എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 172 ആദ്യത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. എന്താണ് ചോദ്യം? പ്രൂവ് ദാറ്റ് ദി നമ്പേഴ്സ് 1/10, 11/100, 111/1000 എക്സെട്ര ഗെറ്റ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/9 അല്ലേ. അപ്പൊ എന്താണ് ചോദ്യം? 1/10, 11/100, 111/1000 അല്ലെ, അങ്ങനെ പോകുന്നു. അപ്പൊ ഈ സംഖ്യകൾ 1/9 അടുത്തടുത്ത് വരുന്നു. അപ്പൊ 1/9 വാല്യൂവിനോട് അടുത്തടുത്ത് വരുന്നു. ആരൊക്കെ? 1/10 അല്ലെ, 17 അടുപ്പായിരിക്കും 11/100, 17 അടുപ്പായിരിക്കും 111/1000 അല്ലെ. അപ്പൊ ഇങ്ങനെ പോകും തോറും 17 അടുപ്പായിരിക്കും 1111/10,000 അല്ലെ. അപ്പൊ ഇങ്ങനെ പോകും തോറും അത് 1/9 അടുത്തടുത്ത് വരുന്നു എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഉദാഹരണത്തിന് 90, 91, 92, 93 ഇങ്ങനെ പോകുന്നു, 94 അല്ലെ. ഇത് എനിക്ക് പറയാം, ഇത് 100 അടുത്തടുത്ത് വരുന്നു അല്ലെ. ഈ 90, 91, 92, 93, 94 ഇത് 100 അടുത്തടുത്ത് വരുന്നു എനിക്ക് പറയാലോ. കാരണം നോക്കിയേ, ഇവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ, 90ഉം 100ഉം തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ് അല്ലെ. അപ്പൊ ഡിഫറൻസ് ഇവിടെ 10 ആണ്. ഇനി 91ഉം 100ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 9 ആണ്. 92ഉം 100ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 8 ആണ് അല്ലെ. അതായത് ഡിഫറൻസ് ഇങ്ങനെ ഇവർ തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അല്ലെ. ഇനി 94 100 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6 ആണ് അല്ലെ. ഇനി 95 ആണെങ്കിലോ ഡിഫറൻസ് വീണ്ടും കുറഞ്ഞു, 5 ആയി അല്ലെ. അപ്പൊ ഇങ്ങനെ പോകും തോറും ഡിഫറൻസ് അല്ലെ 100ഉം ഈ സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ സംഖ്യകൾ 100 അടുത്തടുത്ത് വരുന്നു എന്ന് പറയും അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് 1/10, 11/100, 111/1000 അത് 1/9 അടുത്തടുത്ത് വരും എന്ന് പറയുമ്പോൾ നാം എന്ത് നോക്കിയാൽ മതി? ഇവർ തമ്മിൽ ഡിഫറൻസ് ഒക്കെ ഒന്ന് നോക്കാം. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഡിഫറൻസ് നോക്കാം. എങ്ങനെ? 1/9ഉം 1/9ഉം നമുക്ക് 1/10 തമ്മിൽ ഡിഫറൻസ് അല്ലെ, -1/10. നമ്മൾ ഇവിടെ ചെയ്ത അതേപോലെ തന്നെ അല്ലേ. ഇപ്പൊ നമുക്ക് നോക്കിയാൽ 100ൽ നിന്ന് 90 കുറച്ചപ്പോൾ എത്ര കിട്ടി? 10 കിട്ടി അല്ലെ. ഇനി 100ൽ നിന്ന് 91 കുറച്ചപ്പോൾ 9 കിട്ടി. 100ൽ നിന്ന് 92 കുറച്ചപ്പോൾ 8 കിട്ടി അല്ലെ. അപ്പൊ ഈ ഡിഫറൻസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതുപോലെ നമ്മൾ ഇവിടെ നോക്കുന്നത്, അപ്പൊ നമ്മൾ 1/9 നിന്ന് എന്ത് കുറയ്ക്കുകയാണ്? 1/10 കുറയ്ക്കുന്നു. അപ്പൊ നമുക്കറിയാം ഭിന്നസംഖ്യയാണ് അല്ലെ, ഛേദങ്ങൾ സെയിം അല്ല, ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പൊ നമുക്ക് എന്താ നമ്മൾ ചെയ്യാറ്? സാധാരണ 9 × 10 അല്ലെ, ഇവ തമ്മിൽ ഗുണിക്കും 9 × 10 90. ഇനി എന്ത് ചെയ്യും? ഇവർ തമ്മിൽ ഗുണിക്കും അല്ലെ, 1 × 10, 1 × 10 10 മൈനസ് 9 × 1 9. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 10 - 9 1 1/90. ഇനി നമുക്ക് ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. അപ്പൊ 1/9 മൈനസ് 11/100. അപ്പൊ തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരും നോക്കിയേ. ഇതേപോലെ നമുക്ക് ചെയ്യാം അല്ലെ. 9 × 100 900. ഇനി ഇവർ തമ്മിൽ ഗുണിക്കുമ്പോൾ 1 × 100 100 മൈനസ് 9 × 11 99 അല്ലെ. നമുക്കറിയാം ഛേദങ്ങൾ സെയിം അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ സെയിം ആക്കി ചെയ്യും അല്ലെ. അതായത് ഇവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 100 ൽ നിന്ന് 99 പോയാൽ 1/900. ഇതാണ് ഇവിടെ തമ്മിൽ വ്യത്യാസം. ഇനി നമുക്ക് ഇതും തമ്മിൽ വ്യത്യാസം നോക്കാം. 1/9 മൈനസ് 111/1000 സീക്വൽ ടു എന്ത് വരും? ഇവിടെ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 9000 അല്ലെ. ഇനി 1 × 1000 അല്ലെ, 1000 മൈനസ് 9 × 111 999. അപ്പൊ കുറയ്ക്കുമ്പോൾ എത്ര വന്നു? 1/9000. അപ്പൊ ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ആദ്യം 1/90 ആയിരുന്നു, ഇപ്പൊ 1/900 ആയി അല്ലെ. അതായത് നമുക്കറിയാം ഇതിനേക്കാൾ വളരെ ചെറുതാണ് ഇത് അല്ലെ. ഇവിടെ 90ൽ ഒരു ഭാഗം, ഇവിടെ 900ൽ ഒരു ഭാഗം അല്ലെ, 900ൽ ഒരു ഭാഗം. ഇവിടെയാണെങ്കിലോ 9000ൽ ഒരു ഭാഗം. അതായത് ഈ വ്യത്യാസം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അല്ലെ. നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ എന്താ, ഇവിടെ വ്യത്യാസം കുറഞ്ഞു കുറഞ്ഞു വരല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 100 അടുക്കുന്നു അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ നോക്കിയ വ്യത്യാസം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഈ സംഖ്യകൾ അല്ലെ, ഈ സംഖ്യകൾ 1/9 അടുത്തടുത്ത് വരുന്നു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദി നമ്പേഴ്സ് 1/10, 11/100, 111/1000 അല്ലെ. ദീസ് നമ്പേഴ്സ് ഗെറ്റ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/9. കാരണം 1/9ഉം ഈ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്കതിലെ സെക്കൻഡ് അല്ലെ സബ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ നോക്കാം. ഫൈൻഡ് ദി ഡെസിമൽ ഫോംസ് ഓഫ് 1/9, 2/9, 3/9 അല്ലെ എക്സെട്ര.
അപ്പൊ ഇത് ഓരോന്നിന്റെയും ഡെസിമൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1/9 ദശാംശ രൂപം നമ്മൾ കണ്ടുപിടിച്ചാണ്. എത്രയാണ് നമുക്ക് കിട്ടിയത്? 0.111 അല്ലെ. ഇങ്ങനെ പോകുന്നു. ഇതാണ് 1/9 വാല്യൂ അല്ലെ. ഇനി നമുക്ക് 2/9 അല്ലെ. 2/9 നോക്കി എവിടെ വെക്കുക? 1/9 വാല്യൂ നമുക്കറിയാലോ, 0.111 അല്ലെ. ഇതാണ് 1/9 വാല്യൂ. ഇനി 2/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/9 എന്ന് പറഞ്ഞാൽ 2 × 1/9 അല്ലെ. 1/9 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2/9 കിട്ടി. ശരിയല്ലേ? 1 × 2 2 പിന്നെ 9 അല്ലെ. അപ്പൊ 2 × 1/9 ആണ് 2/9. ഓക്കെ. ഇനി നോക്കിയേ 2 അല്ലെ. 2 × 1/9 വാല്യൂ നമുക്കറിയാം. എത്രയാണ്? 0.111 അല്ലെ. ഇതാണ് 1/9 വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എത്ര വരും? 2 × 0.111 എത്ര വരും? 0.2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 2 അല്ലെ. ഇതാണ് നമ്മുടെ എന്തിന്റെ വാല്യൂ? 2/9 വാല്യൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കിയേ. ഇനി നമുക്ക് 3/9 അറിയാം അല്ലെ. 3/9 എന്ന് വെച്ചാൽ നോക്കിയാൽ ഇവിടെ 9 ഉണ്ട് ഡിനോമിനേറ്റർ അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 1/9 അല്ലെ. 1/9 വാല്യൂ നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 3/9 3 × 1/9 = 3 × 1/9 വാല്യൂ എത്രയാണ്? 0.111 അല്ലെ. എങ്ങനെ പോകുന്നു? = എന്ത് വരും? 0.3 കൊണ്ട് ഇതിന് ഓരോന്നിനും കുറിച്ചോ എത്ര വരും? 3 അല്ലെ. ഓക്കെ. ഇതാണ് 3/9 വാല്യൂ, ദശാംശ രൂപം അല്ലെ. ഇനി ഇത് നോക്കിയേ, ഇതേപോലെ തന്നെ എഴുതാം. 4 × 1/9 അല്ലെ. 4 × 1/9 ആണ് 4/9. ഇനി 4 × 1/9 വാല്യൂ 0.111 അല്ലെ. = എന്ത് വരും? 0. ഗുണിക്കുമ്പോൾ 4 അല്ലെ. ഇതാണ് 4/9 വാല്യൂ. ഇനി 5/9 എങ്ങനെ എഴുതാം നമുക്ക്? 5 × 1/9 അല്ലെ. അതായത് 5 × 0.111 അല്ലെ. ഓക്കെ. = എന്ത് വരും? 0.555 അല്ലെ. ഇതാണ് ഇതിന്റെ ഡെസിമൽ രൂപം. ക്ലിയർ ആയല്ലോ? ഇനി ഇതിനെ നോക്കിയേ. 6 × എങ്ങനെ മാറ്റാം? 1/9 അല്ലെ. 6 കൊണ്ട് 1/9 ഗുണിച്ച് നമുക്ക് ഇത് കിട്ടി. = 6 × 1/9 വാല്യൂ 0.111 അല്ലെ. എന്ത് വരും? 0.666 ഇങ്ങനെ പോകുന്നു. ഇനി ഇത് നോക്കിയേ. 7 × 1/9 = 7 × 0.111 അല്ലെ. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 0.777 ഇത്. ഇനി നമുക്കിത് നോക്കിയേ. 8 × 1/9 = 8 × 0.111 അല്ലെ. ഇതാണ് 1/9 വാല്യൂ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 0.888 അല്ലെ. ഓക്കെ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിയാൽ, 9 ഡിനോമിനേറ്ററായി വന്നു കഴിഞ്ഞാൽ അല്ലെ, 9 ഡിനോമിനേറ്ററായി വന്നു കഴിഞ്ഞാൽ നോക്കിയേ, അതിന്റെ ഡെസിമൽ രൂപം നോക്കിയേ. പോയിന്റ് ഈ മുകളിലുള്ള അല്ലെ 5555. 6 ആണെങ്കിൽ ന്യൂമറേറ്റർ 6 ആണെങ്കിൽ 66666, 7 ആണെങ്കിൽ 777 അല്ലെ, 8 ആണെങ്കിൽ 8888. മനസ്സിലായല്ലോ? അപ്പൊ അതെപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പൊ നമുക്ക് ഇനിയും അത് ആവശ്യമായിട്ട് വരും. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ 0.666 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനടി അതിനെ ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 6/9 ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? 5 ഇങ്ങനെ കണ്ടിയാലോ, അതിനെന്ത് ചെയ്യാൻ മതി? 5/9. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതേ രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനടി ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 0.8888 അല്ലേ. അങ്ങനെയാണെങ്കിൽ 8/9. അപ്പൊ ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് മാറ്റാന്നുള്ളത് അല്ലെ, വളരെ ഈസിയാണ്. അപ്പൊ എപ്പോഴും അത് ഓർമ്മയിൽ വെക്കുക. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. വാട്ട് ഈസ് ദി ഡെസിമൽ ഫോം ഓഫ് 2/3 അല്ലെ. 2/3 ഡെസിമൽ ഫോം, ദശാംശ രൂപം എന്താണ്? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം 2/3 നമുക്കറിയില്ല അല്ലെ. പക്ഷെ നമുക്കറിയാവുന്ന, ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തി എന്താണ്? 1/9 അല്ലെ. 1/9 നമുക്കറിയാം എന്താണ്? 0.111 അല്ലെ. ഇതാണ് 1/9 വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഇതേ ഡിനോമിനേറ്റർ 9 വരുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റാം. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന്റെ നമുക്കറിയാം. അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? ഈ 3നെ 9 ആക്കാൻ പോകുന്നു അല്ലെ. അതായത് 2/3 എന്ത് ചെയ്താൽ മതി? എനിക്ക് ഡിനോമിനേറ്റർ 9 ആവാൻ ഇതിനെ 3 കൊണ്ട് ഇങ്ങോട്ട് ഗുണിച്ചാൽ മതി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 കൊണ്ട് ഗുണിക്കണ്ടേ? ഗുണിക്കണം. അതിന് കാരണം മനസ്സിലായില്ലേ? അപ്പൊ 2 × 3 6/9. അപ്പൊ ഇനി 6/9 നമുക്ക് ഇങ്ങനെ എഴുതാം. 6/9
സീക്വൽ ടു 6 ഇൻറ്റു നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം പോലെ തന്നെ 6 ഇൻറ്റു 1/9 അല്ലേ, സീക്വൽ ടു 6 ഇൻറ്റു 1/9 വാല്യൂ നമുക്കറിയാം 0.111 അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 0.666 അല്ലേ. ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ ആണല്ലോ. ഇനി നമുക്കതിൽ മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. കമ്പ്യൂട്ട് ദി ഫോളോയിങ് ആൻഡ് റൈറ്റ് ആൻസേഴ്സ് ഇൻ ഡെസിമൽ ഫോം അല്ലെ. അപ്പൊ ഇത് നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഉത്തരം ദശാംശ രൂപത്തിൽ എഴുതണം. അപ്പൊ ഇവിടെ നോക്കിയാൽ 0.111 അല്ലെ. അപ്പൊ അതിന്റെ ഫ്രാക്ഷൻ നമുക്കറിയാലോ, എന്താണ്? 1/9 അല്ലെ. അത് നമുക്കറിയാം 1/9. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. അപ്പൊ ഇതേ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ പോയിന്റ് കഴിഞ്ഞിട്ട് 111 അല്ലെങ്കിൽ 222 333 അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡിനോമിനേറ്റർ എപ്പോഴും എന്തായിരിക്കും? 9 ആയിരിക്കും അല്ലെ. പിന്നെ ഇവിടെ പറഞ്ഞ ഏത് സംഖ്യയാണോ അതായിരിക്കും ന്യൂമറേറ്റർ വരിക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഓക്കെ പ്ലസ് എന്ത് വരും? 0.2222 അല്ലെ. ഒരു സംശയം വേണ്ട, ഡിനോമിനേറ്റർ 9 എഴുതി. പിന്നെ എന്ത് വേണം? ഇവിടെ ന്യൂമറേറ്റർ 2, അതായത് 2/9. ഇനി നോക്കിയാൽ ഇതിന്റെ 2ഉം 9 തന്നെ അല്ലേ. അതായത് ഛേദങ്ങൾ സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്താൽ മതി. 2ഉം 1ഉം 3, 3/9. അപ്പൊ നമുക്ക് 3/9 എന്ത് ചെയ്യാം? 3/9 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെ 9 അതിന്റെ ഛേദം അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സുഖമാണ് അല്ലെ, കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? 3 ഇൻറ്റു 1/9 എഴുതി. 1/9 വാല്യൂ നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 3 ഇൻറ്റു 1/9 ഈക്വൽ ടു 3 ഇൻറ്റു 1/9 വാല്യൂ നമുക്കറിയാം. ഇതാണ് 0.111 അല്ലെ. ഇതാണ് 1/9 വാല്യൂ. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 0. ഗുണിച്ചു കഴിഞ്ഞാൽ 333 അല്ലെ. ഓക്കെ. ഇനി അത് രണ്ടാമത്തെ എന്താണ്? 0.333 പ്ലസ് 0.777 അല്ലേ. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യും? നമുക്കറിയാം ഉടനടി ഫ്രാക്ഷനൊക്കെ അറിയാം അല്ലെ. ഇവിടെ 3 3 3 3 എന്തായിരിക്കും? 9 അല്ലെ. അടിയിൽ 9 വന്നു, ഇവിടെ ന്യൂമറേറ്റർ 3. അപ്പൊ 3/9 കിട്ടി അല്ലെ. പ്ലസ് ഇവിടെ നോക്കിയാൽ 0.77777 അല്ലെ. അപ്പൊ എന്തായിരിക്കും? 9 ആയിരിക്കും ഡിനോമിനേറ്റർ, ന്യൂമറേറ്ററോ 7 അല്ലെ. ഇനി ഇപ്പോൾ നോക്കിയാൽ സെയിം ആണ്, അതുകൊണ്ട് 7 3 10, 10/9. ഇനി നമുക്ക് നോക്കിയാൽ 10/9 അല്ലെ. 10/9 നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 1/9 അല്ലെ. സീക്വൽ ടു നോക്കിയാൽ 10 ഇൻറ്റു 1/9 വാല്യൂ നമുക്കറിയാലോ എത്രയാണ്? 0.111 അല്ലെ. ഇതാണ് അതിന്റെ വാല്യൂ. അങ്ങനെയാണ് നമുക്ക് എത്ര കിട്ടും? ഇതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും? 10 കൊണ്ടാണ് അല്ലെ. ഒരു സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇട്ടാൽ മതി അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ വലത്തോട്ട് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും? 1.11 അല്ലെ. ഇങ്ങനെ പോകും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 0.3333 അല്ലെ ഇൻറ്റു 0.6666 അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ പോയിന്റ് എന്തൊക്കെയാ? 3333 എങ്ങനെ വന്നാൽ ഉടനടി നമുക്ക് അതിന്റെ ഫ്രാക്ഷൻ എഴുതാൻ അറിയാം അല്ലെ. എന്തായിരിക്കും? ഡിനോമിനേറ്റർ 9 ആയിരിക്കും, ഇവിടെ എത്ര വരും? 3 അല്ലെ. 3/9 പെട്ടെന്ന് എഴുതാം നമുക്ക്. ഇൻറ്റു ഇവിടെ എന്ത് വരും? 0.6666 അല്ലെ. അങ്ങനെ പോകുന്നു. അപ്പൊ ഡിനോമിനേറ്റർ ഒരു സംശയം വേണ്ട 9, ന്യൂമറേറ്ററോ 6 അല്ലെ. ഇപ്പൊ എന്ത് വരും? 3/6 ഇൻറ്റു 6/9. ഇവിടെ വെട്ടിക്കളയാൻ പറ്റിയ വെട്ടിക്കളഞ്ഞോ? നോക്കിയാൽ 3 അല്ലെ. 3 9 3 പ്രാവശ്യം. ഇനി 6 ഇവിടെ 3 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പൊ എന്ത് കിട്ടി? 2/9. 2/9 അല്ലെ. അപ്പൊ 2/9 എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാം അല്ലെ. ഇപ്പൊ 2/9 എന്ന് പറഞ്ഞാല് 2 ഇൻറ്റു 1/9 ചെയ്യണ്ട. ഇങ്ങനെ കണ്ടാ ഉടനടി എഴുതിക്കുക എന്താണ്? 9 ആണ് ഡിനോമിനേറ്റർ വന്നെങ്കിൽ ഉടനടി എന്താ? 0.222 അല്ലെ. ഇതാണ് ഉത്തരം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതല്ലെങ്കിൽ നമുക്ക് 2 ഇൻറ്റു 1/9 അല്ലെ സീക്വൽ ടു 2 ഇൻറ്റു 0.111 ഇങ്ങനെ ഉണ്ടാ. ഇങ്ങനെ ഉണ്ട കാര്യമില്ല. നോക്കിയേ, ഇത് കണ്ടാൽ തന്നെ അറിയാം എന്തായിരിക്കും? 9 അടി വന്നു കഴിഞ്ഞാൽ പോയിന്റ് ഇട്ടിട്ട് 2222 അല്ലെ. ഇതാണ് നമ്മുടെ ഉത്തരം. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ഫോർ ഈച്ച് ഓഫ് ദി ഫ്രാക്ഷൻസ് ബിലോ റൈറ്റ് ദി ഡെസിമൽ ഫോം ഓഫ് എ ഫ്രാക്ഷൻ വിത്ത് ഡിഫറൻസ് ലെസ് ദാൻ 1/1000. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് നമുക്ക് കുറച്ച് ഫ്രാക്ഷനിൽ അടുക്കൽ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ 1/1000 കുറവായ ഒരു ഫ്രാക്ഷൻ കണ്ടുപിടിച്ചിട്ട് എന്ത് വേണം? അതിന് നമ്മൾ ദശാംശ രൂപത്തിൽ എഴുതണം. മനസ്സിലായല്ലോ? അതായത് വ്യത്യാസം എത്ര പാടുള്ളൂ? 1/1000 കുറവായിരിക്കണം. ക്ലിയർ ആയ? അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ 1/3 അല്ലെ. 1/3 നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? 1000 കുറവായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലെ. 1000 കുറവായിരിക്കും. 1/1000 കുറവായിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1/3 നമ്മൾ ആദ്യം എന്താ ചെയ്തത്? 10 കൊണ്ട് ഗുണിച്ചു, 100 കൊണ്ട് ഗുണിച്ചു, അങ്ങനെയാണ് അല്ലെ. ഇത് നമുക്ക് 1000 കുറവായത് കൊണ്ട് എന്ത് ചെയ്യാം? 1000 കൊണ്ട് ഗുണിക്കുന്നു. ഇപ്പൊ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടി? 1 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാല്
1000 അല്ലേ, 1000/3. അപ്പോൾ 1000 അല്ലേ, 1000 ഹരിക്കണം എത്രയാണ് 3. ഹരിച്ചു നോക്കിയാൽ 10 3 പ്രാവശ്യം 3 × 3 9 അല്ലേ, 1 0 ഇറക്കിട്ടു 3 പ്രാവശ്യം 3 × 3 9. ഇനി 1 അല്ലേ, ഇനി 0 ഇറക്കിട്ടു 3 3 × 3 9 അല്ലേ. ഇപ്പം നമുക്ക് എന്ത് റിമൈൻഡർ ശിഷ്ടം 1 വന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇവിടെ 333 അല്ലേ, 333 1 ശിഷ്ടം അല്ലേ, 1/3. അപ്പോൾ ഇവിടെ 1000/3 എന്ന് പറഞ്ഞാൽ 333 + 1/3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ 1/3 1/3 × 1000 അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 333 + 1/3 എന്ന് കിട്ടി. ശരിയല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് 1/3ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോണ്. 1/3 അല്ലേ, 1/3 എന്ത് വരും? നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു അല്ലേ. ഈ 1000 എന്താവും? ഇതിൻ്റെ ഒക്കെ അടിയിൽ പോകും അല്ലേ. അപ്പോൾ ഇവിടെ 333 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു /1000 വന്നു പ്ലസ് 1/, ഇവിടെയും 1000 വന്നു അല്ലേ, ഈ 1000 ഇങ്ങോട്ട് വന്നു. അപ്പോൾ എത്ര വരും? 3000. അപ്പോൾ നമ്മൾ നോക്കിയാൽ 1/3 മറ്റൊരു ഫാഷൻ ആക്കി എഴുതി അല്ലേ, 333/1000 എന്ന് എഴുതി അല്ലേ. ഇനി ചോദ്യത്തിൽ എന്താ പറ്റുള്ളത്? ഇവർ തമ്മിലുള്ള വ്യത്യാസം 1/1000 കുറവായിരിക്കണം അല്ലേ. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണുള്ളത്? ഇപ്പം നമുക്കറിയാം നോക്കിയാൽ 1/3 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് ഫ്രാക്ഷൻ 333/1000 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് അല്ലേ. ഇതിങ്ങോട്ട് പോകുന്നത് ഞാൻ എന്താവും? സീക്വൽ ടു ഇത് ബാക്കി അല്ലേ, 1/3000. അതായത് ഇതിൽ നിന്ന് ഇത് കുറച്ചപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഫ്രാക്ഷനാണിത്. അപ്പം ഇതിൽ നിന്ന് ഇത് കുറച്ചപ്പോൾ നമുക്ക് വ്യത്യാസം എത്ര കിട്ടി? 1/3000 കിട്ടി അല്ലേ. ഇനി ഈ 1/3000 1/1000 എന്താണ്? കുറവാണോ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് 1/1000 കുറവാണ് 1/3000. ഇവിടെ നോക്കിയേ 1000ൽ 1 ഭാഗം അല്ലെ, 1000ൽ 1. ഇതാണെങ്കിലോ 3000ൽ 1. അപ്പോൾ ഏതാണ് കുറവ്? 3000ൽ 1 കുറവ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് അറിയാം? ഇത് കുറവാണ്, അതുകൊണ്ട് ഇതാണ് ഈ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ 1/3ന്റെ മറ്റൊരു ഫ്രാക്ഷൻ എന്താണ്? 333/1000. ഓക്കെ. പക്ഷേ ഇതിനെന്ത് ചെയ്യണം? നമ്മളോട് മറ്റൊരു ഡെസിമൽ രൂപത്തിൽ എഴുതാൻ പറഞ്ഞിട്ട് എന്ത് വേണം? 1000 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 3 സ്ഥാനത്തേക്ക് പോയിന്റ് അല്ലേ, 3333. ഇനി നോക്കി 1/6 അല്ലേ. ഇപ്പൊ നമുക്ക് ചെയ്യേണ്ട വിധം മനസ്സിലായല്ലോ. അപ്പൊ 1/6നെ 1000 കുറവായി അല്ല, 1/1000 കുറവായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 1000 കൊണ്ട് ഗുണിക്കുന്നു. സീക്വൽ ടു അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1000/6. അപ്പൊ നമുക്ക് 1000 കൊണ്ടൊന്ന് ഡിവൈഡ് അല്ല 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടി വരും അല്ലേ. ഹരിക്കണം 6. 10ൽ 1 പ്രാവശ്യം അല്ലേ, 1 × 6 6, 4 40, 6 × 6 36 അല്ലേ, 6 × 6 36. കുറയ്ക്കുമ്പോൾ 4 0 ഇറക്കിട്ടു. ഇനി വീണ്ടും 6 × 6 36 അല്ലേ. ഓക്കെ. ശിഷ്ടം റിമൈൻഡർ 4. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 166 4 റിമൈൻഡർ 4/6. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 166 + 4/6. അതായത് 1/6 × 1000ന്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ്? 166 + 4/6. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 1/6 കണ്ടുപിടിക്കാൻ പോകണം. 1/6 എന്ത് വരും? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എന്ത് ചെയ്യാം? 166 അല്ലേ, ഈ 1000 അടിയിലേക്ക് പോകും, ഇപ്പുറത്തേക്ക് ഹരിക്കലാവും അല്ലേ. അപ്പോൾ 1000 ഇട്ടു പ്ലസ് ഇവിടെയും വരും 1000 അല്ലേ, ഇവിടെയും വരും 1000. 4/6 × 1000 എത്ര വരും? 6000. അപ്പോൾ ഇവിടെ 1/6നെ അല്ലേ മറ്റൊരു ഭിന്നസംഖ്യാ രൂപത്തിൽ നമ്മൾ എഴുതി 166/1000 എന്ന് എഴുതി അല്ലേ. അതിൻ്റെ കൂടെ 4/6000 കൂട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇനി നമുക്ക് ഈ കിട്ടിയത് 1/1000 അല്ലേ, 1/1000 കുറവാണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി അല്ലേ. അതിനെന്ത് വേണം? ഇതിൽ നിന്ന് കുറച്ച്, അതായത് 1/6 - 166/1000 എന്ന് പറഞ്ഞത് എത്രയാണ്? 4/1000. ഇതാണ് ഡിഫറൻസ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ്, നമ്മൾ കണ്ടുപിടിച്ച ഫ്രാക്ഷൻ ഇത്. അപ്പോൾ ഇതും തമ്മിലുള്ള ഡിഫറൻസ് 4/6000 ആണ്. അപ്പോൾ ഇത് 1/1000 കുറവാണോ എന്ന് നോക്കണം. നമുക്ക് 1/1000 അല്ലേ, ഇവിടെ ഏതാ? 4/6000 അല്ലേ.
ഇത് ഏതാണ് ചെറുതെന്ന് അറിയണം അല്ലേ? അപ്പൊ നമുക്ക് ഇത് എന്ത് വേണം? 4/6000 ചെറുത് 1/1000 ചെറുതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ലേ? അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ 1/1000 4/6000 വളരെ എളുപ്പം നമുക്ക് ചെക്ക് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഇവർ തമ്മിൽ ക്രോസ് ചെയ്തൊന്ന് ഗുണിച്ച് നോക്കാം. 1/6000 നോക്കി എത്രയാണ്? 6000. 6000. ഇവിടെ നോക്കിയാൽ 1000 × 4 എത്ര വരും? 4000 അല്ലേ? അപ്പൊ ഇതിൽ ഏതാണ് വലുതെന്ന് നോക്കാം. ഇതല്ല വലുത്, 6000 അല്ലേ വലുത്. അതായത് ഈ ഫ്രാക്ഷൻ ആണ് അപ്പൊ വലുത്, ഈ ഫ്രാക്ഷൻ ചെറുതും. മനസ്സിലായില്ലേ? അപ്പൊ അതായത് 1/1000 ആണ് വലുത്, ഇത് ചെറുത്. അപ്പൊ നമുക്ക് എന്തായി? ഇത് ചെറുതിന് അല്ലേ? അപ്പൊ ഈ പറഞ്ഞ ഉത്തരം ശരിയായി. അപ്പൊ നമുക്ക് എന്ത് എടുക്കും? നമ്മുടെ ഫ്രാക്ഷൻ ഏതാണ്? ഇതാണ് ഫ്രാക്ഷൻ. കാരണം എന്താ? ഇത് 1/1000 ചെറുതാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. 166/1000. ഇനി അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഡെസിമൽ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. 0.166. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം. ഓക്കെ, 2/3 അല്ലേ? അപ്പൊ 2/3 ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക? 2/3 1000 കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? 2000/3 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2000-നെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 20 എത്ര വരും? 6 3 18 അല്ലേ? 6 × 3 18. 2 0 ഇറക്കിട്ടു. ഇനി 6 × 3 18. വീണ്ടും 2 അല്ലേ? ഇനി ഇവിടെ 0 ഇറക്കിട്ടു. വീണ്ടും 6 × 3 18. റിമൈൻഡർ 2 വന്നു അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 666. പിന്നെ റിമൈൻഡർ 2/3. ഇതിനെ നമുക്ക് 666 പ്ലസ് 2/3 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? ഇനി 2/3 ഇൻറ്റു 1000 അതിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 666 പ്ലസ് 2/3 എന്ന് കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 2/3 കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഈ 1000 അടിയിൽ പോകും അല്ലേ? അപ്പൊ 666 ഈ 1000 അടിയിലേക്ക് വന്നു പ്ലസ് ഇനി അതുപോലെ 2/1000 അടിയിലേക്ക് വരും അല്ലേ? 3000. അപ്പൊ നോക്കിയാൽ 2/3 അല്ലേ? മറ്റൊരു ഫ്രാക്ഷൻ രൂപത്തിൽ നമ്മൾ എഴുതി 666/1000 നമ്മൾ എഴുതി. ഇനി നോക്കിയാൽ ഈ കൂട്ടുന്നത് അല്ലേ? ഡിഫറൻസ് ഇത്രയാണ് വരുന്നത് അല്ലേ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ അതായത് 2/3 666/1000 അല്ലെ? ഇത് ഇങ്ങോട്ട് പോകുന്ന മൈനസ് ആയി. അപ്പൊ ഇവിടെ ബാക്കി എന്താ വരുന്നത്? ഇതാണ് ഈ ഡിഫറൻസ് 2/3000. അപ്പൊ ഈ ഡിഫറൻസിന് നമുക്ക് എന്ത് വേണം? 1/1000 കുറവായിരിക്കണം അല്ലെ? കണ്ടാൽ തന്നെ നമുക്കറിയാം. നോക്കിയാൽ 1000-ൽ 1 ഭാഗം, ഇത് 3000-ൽ 2 ഭാഗം. ഇവിടെ 2000-ൽ 2 ആണെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആയിരുന്നു അല്ലെ? ഇത് 3000-ൽ 2 ഭാഗമാണ്. അതായത് നമുക്കറിയാം ഇതാണ് ചെറുതെന്ന് പെട്ടെന്ന് നോക്കിയാൽ തന്നെ അറിയാം. ഇനി അറിയാത്തവർ എന്ത് ചെയ്യാം? 1/1000-ഉം 2/3000-ഉം. എന്താണ് മാർഗം? ഇവർ തമ്മിൽ ഗുണിക്കുക, ഇവർ തമ്മിൽ ഗുണിക്കുക അല്ലേ? 1 × 3000 3000 നമുക്കിവിടെ കിട്ടി. ഇനി 2 × 1000 2000 അല്ലേ? ഇതിലേതാണ് വലുത്? ഇതാണ് വലുത് അല്ലേ? അതായത് ഈ ഫ്രാക്ഷനാണ് വലുത്. അതിൻ്റെ അർത്ഥം ഇത് ചെറുതാണ് അല്ലേ? അതായത് 1/1000 ചെറുതാണ് 2/3000. ക്ലിയറായല്ലോ? അപ്പൊ നമുക്ക് ഇതിനൊക്കെ എന്താ? 2/3 നമ്മുടെ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു. ഫ്രാക്ഷൻ ഏതാണ്? ഫ്രാക്ഷൻ 666/1000 അല്ലേ? ഇനി നമ്മൾ ഡെസിമൽ രൂപത്തിൽ എഴുതണം. 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. 0.666. ഇനി നമുക്ക് അടുത്ത് ചെയ്ത് നോക്കാം. 5/6 അല്ലേ? അപ്പൊ 5/6 ആദ്യം എന്ത് ചെയ്യണം? 5/6 × 1000 എന്ത് കിട്ടി? 5000/6 അല്ലേ? അപ്പൊ നമുക്ക് ഹരിച്ചു നോക്കാം. 5000 ഹരിക്കണം 6 അല്ലേ? എത്ര കിട്ടും? 6 × 8 48. അപ്പൊ 8 6 × 8 48 മൈനസ് ചെയ്യുമ്പോൾ 2 കിട്ടി 0. ഇനി 20-ൽ എത്ര 6 ഉണ്ട്? 3 6 അല്ലേ? 3 6 3 6 18 2 കിട്ടി 0. ഇനി വീണ്ടും 3 × അല്ലേ? 3 × 6 18. അപ്പോൾ 2 റിമൈൻഡർ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 833 2/6 അല്ലേ? അപ്പോൾ ഇത് നമുക്ക് 833 പ്ലസ് 2/6 അതായത് 5/6 ഇൻറ്റു 1000 നമുക്ക് എന്ത് എഴുതാം? 833
പ്ലസ് 2/6 എന്ന് എഴുതി അല്ലേ. ഇനി നമുക്ക് അതിൽ നിന്ന് 5/6 കണ്ടുപിടിക്കാൻ പോകുന്നു. എന്ത് വരും? 833 ഈ 1000 അടിയിലേക്ക് പോകും അല്ലേ. അപ്പോൾ ബൈ 1000 ആയി പ്ലസ് 2 ഇവ 1000 ഇങ്ങോട്ടും വരും അല്ലേ. അപ്പോൾ 6000 ആയി. അപ്പോൾ ഇവിടെ നമ്മൾ 5/6 മറ്റൊരു ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു. 833/1000 കണ്ടുപിടിച്ചു. ഇനി ഇവിടെ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇതാണ് അല്ലേ. അതായത് 5/6 833/1000 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2/6000 അല്ലേ. ഇത് നമുക്ക് എന്ത് വേണം? ഇത് 1/1000 കുറവാണോ ഇതെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അല്ലേ. 1000 ഒരു ഭാഗം, ഇതോ 6000 2 ഭാഗം. ഇതിപ്പോൾ വളരെ ചെറുതാണെന്ന് നമുക്കറിയാം. ഇനി സംശയമുള്ള എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പണി തന്നെ എടുക്കാം. 2/6000. ഓക്കെ, ഇവിടെ നമ്മൾ ഗുണിച്ച് നോക്കിയാൽ 1 × 6000 6000 എന്ന് കിട്ടി. നമുക്കിവിടെ 1000 × 2 2000 എന്ന് കിട്ടി. അപ്പോൾ ഏതാണ് ഇതിൽ വലുത്? 6000 ആണ് വലുത് അല്ലേ. അതായത് ഇതാണ് വലുത്, ഇത് ചെറുതും അല്ലേ. അപ്പോൾ ഇത് ചെറുതാണ്. അപ്പോൾ നമ്മുടെ ഈ ഫ്രാക്ഷൻ ഏതാണ്? ഫ്രാക്ഷൻ ഏതാണ്? 833/1000 ഈക്വൽ ടു 3 സ്ഥാനത്തേക്ക് പോയിന്റ് ഇട്ടു. 0.833. അടുത്ത 1/7 അല്ലേ. അപ്പോൾ 1/7 × 1000 അല്ലേ. എത്ര കിട്ടും? 1000/7. നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. 1000 ഹരിക്കണം 7 അല്ലേ. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 1 × 7 7, 3 0 ഇറക്കിട്ടു. 4 പ്രാവശ്യം അല്ലേ. 7 × 4 28, 2 അല്ലേ 0 ഇറക്കിട്ടു. ഇനി 20 എത്രയുണ്ട്? 2 7 അല്ലേ. 2 7 7 2 14. അപ്പോൾ എത്ര വരുന്നു? റിമൈൻഡർ 6. അപ്പോൾ നമുക്കിതിനെ 142 6/7 അല്ലേ ഇസ് ഈക്വൽ ടു 142 + 6/7. അതായത് 1/7 × 1000. അതിന് നമുക്ക് 142 + 6/7 എന്ന് എഴുതി അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് 1/7 എന്തായിരിക്കും? 142 ഈ 1000 അടിയിലേക്ക് പോന്നു. അപ്പോൾ 1000 + 6/7 ഇതിൻ്റെ കൂടെ 1000 വന്നു. അപ്പോൾ 7000. അപ്പോൾ നോക്കിയാൽ 1/7 എന്നല്ലേ വേറെ ഫ്രാക്ഷനിൽ നമ്മൾ എഴുതി. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എത്ര വരുന്നത്? ഇതാണ് ഡിഫറൻസ് അല്ലേ. അതായത് 1/7 നിന്ന് 142/1000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6/7000 കിട്ടും. ഇനി 7000 6/7000 1/1000 ചെറുതാണെന്ന് നോക്കണം അല്ലേ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തത് എന്ത് ചെയ്യാം? 1/1000 എഴുതി, 6/7000 എഴുതി. ഏതാ വലുത് നോക്കാം നമ്മൾ അല്ലേ. ഗുണിച്ചോ. എപ്പോൾ എത്ര വരും? ഇവിടെ 7000 വന്നു, ഇവിടെയോ 6000 വന്നു അല്ലേ. അപ്പോൾ ഇതിൽ ഏതാ വലുത്? ഇതല്ലേ വലുത്. അതായത് ഈ ഫ്രാക്ഷൻ ആണ് വലുത്, ഇത് ചെറുതാണ് അല്ലേ. അപ്പോൾ ഇത് ചെറുതാണല്ലോ. 1/1000 ചെറുതാണിത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനുള്ള ഫ്രാക്ഷൻ ഏതാണ്? ഫ്രാക്ഷൻ 142/1000. അപ്പോൾ അതിനെ നമ്മൾ ഡെസിമൽ രൂപത്തിൽ എഴുതണം. 3 സ്ഥാനത്തേക്ക് പോയിന്റ് അല്ലേ. അപ്പോൾ 0.142. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.